ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്തെത്തുന്ന സന്ദർശകരോടുള്ള ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പെരുമാറ്റ രീതികളെ ഹാസ്യാത്മകമായി അങ്ങേയറ്റത്തെ രൂക്ഷമായി വിമർശനാത്മകമായി കേരള കോൺഗ്രസ് ബി നേതാവ് കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. തിരുവനന്തപുരം മന്നം ക്ലബ്ബിൽ നടത്താനിരുന്ന പരിപാടിക്ക് NSS അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പിന്നീട് പ്രസ് ക്ലബ്ബിലേക്ക് മാറ്റിയ ചടങ്ങിൽ ആയിരുന്നു ഗണേഷിൻ്റെ ഈ വേറിട്ട വിമർശനം. നായർ സമുദായ സംരക്ഷണ സമിതിയുടെ ദേവദാരുവിലെ ഇത്തിക്കണ്ണികൾ എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ആയിരുന്നു NSS നേതൃത്വത്തിനെതിരെ ഗണേഷ് കുമാർ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസത്തെ ആ പ്രസംഗം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആദ്യം ആ വാക്കുകളിലേക്കാണ്. മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലേ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് മാഞ്ച് പോവുക. ഇതുപോലെ ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ് അതുപോലെ നിർത്തില്ല, ആദരവ് നിർവഹിക്കണം. പുറത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മാരകം കൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിൻ്റെ താക്കോലും ചങ്ങനാശ്ശേരി ഇരിക്കുക. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ലേ. അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ലേ, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതിയാണ് കുഴപ്പം. നമ്മുടെ ആചാര്യനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാര്യനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടുവരുന്നേ? 50% പോലും മാർഗില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാർഗ് ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണ് പറഞ്ഞ് മന്ന സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, മന്ന ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്തെ ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും അത് നല്ല. ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. അങ്ങേയറ്റം രൂക്ഷമായ വിമർശനം ആണ്. അതോടൊപ്പം തന്നെ സുകുമാരൻ നായരുടെ ചെയ്തികളെ അനുകരിച്ചുകൊണ്ടുകൂടിയായിരുന്നു ഗണേഷ് കുമാർ സംസാരിച്ചത്. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇപ്പം ഇവിടെ ഒരാൾ വന്നത്, ഇപ്പം നമ്മൾ പൂച്ച കയറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്നതായിട്ട്, ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു പോയി. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലൊരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നല്ല. പോയി കണ്ട പിന്നെ തലയുറി, പേനിന്റെ അസുഖം, പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പം ഇരിക്കരുത് അയാൾ. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോന ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്ത് നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുകയാണ്. ഉദാഹരണമാണ്, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പോയോ? ഏഴ് മണിയായി. ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയൂ, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം കഴിയാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല. കാരണം നാണം കിടണ്ട എന്ന് എനിക്ക് പോകാറില്ല. കാരണം സത്യമല്ലേ. ഇതിൽ എന്താണ് സുകുമാരൻ നായർക്ക് പറയാനുള്ളത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജി ശ്രീജിത്തുണ്ട്, അതോടൊപ്പം തന്നെ VV അരുണുമുണ്ട്. അരുൺ, ഈ പ്രസംഗം ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വാർത്തകളിൽ ഇടം പിടിച്ച സാഹചര്യമുണ്ട്. ഒപ്പം NSSന്റെ അനുഭാവികളിൽ പലരും ഇത് ഷെയർ ചെയ്യുന്ന സാഹചര്യമൊക്കെയുണ്ട്.
പക്ഷേ ഇതിലേറ്റവും പ്രധാനമെന്നത് ഇത് ഒരു പ്രമുഖമായ സമുദായ സംഘടനയാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഈ വിഷയത്തോട് സ്വീകരിക്കാൻ പോകുന്ന സമീപനം നമുക്കറിയാം. നേരത്തെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ, പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതി പോലും വിയോജിപ്പുകൾ അറിയിച്ച പശ്ചാത്തലമുണ്ട്. ഈ ആക്ഷേപം നേരത്തെ നിലനിൽക്കുന്നതാണ്. അതായത് ഈ സമാധി ആസ്ഥാനത്ത് എത്തുന്നവരെ പലരെയും കയറ്റാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ചിലതൊക്കെ കണ്ടില്ല എന്ന് നേതാക്കൾ നടിക്കും, ചിലത് കണ്ടു എന്ന് നടിക്കും. ഇതിപ്പോൾ ഗണേഷിൻ്റെ ഒരു ഈ വിമർശനം അത് പൊളിറ്റിക്കൽ പാർട്ടികൾ ഏറ്റെടുക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നതിനപ്പുറത്തേക്ക് NSSൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന ഒരു പ്രതീക്ഷ പൊതുവെ ഉയരുന്നുണ്ട്. കാരണം സുകുമാരൻ നായരുടെ പല നിലപാടുകളും NSSന്റെ നേതൃത്വത്തിലുള്ളവർക്ക് പോലും അത്ര ദഹിക്കുന്നതല്ല. നേരത്തെയൊക്കെ സമദൂരം എന്നുള്ളത് പിന്നീട് ശരിദൂരമാകുന്നു, പിന്നീട് ഇടതുമുന്നണിക്ക് ഒരു CPMന് ഒരു പിന്തുണയുമായി രംഗത്ത് വരുന്നു. അതിനുശേഷം പല നീക്കങ്ങളും, അയ്യപ്പ സംഗമം, അങ്ങനെ പല നീക്കങ്ങളിലും സുകുമാരൻ നായരുടെ മാറിയ നിലപാടുകൾ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പിനെ ഇടയാക്കിയിരുന്നു. ഗണേഷ് കുമാറിനെ പുറത്താക്കിയ രീതിയും പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്കാണ് ഡൽഹിയിൽ സുരേഷ് ഗോപി തുടങ്ങി വെച്ച ഒരു വിമർശനമുണ്ട്. പെരുന്നയിൽ ഇരിക്കുന്നവർ സ്വയം മാറണം, അല്ലെങ്കിൽ മാറ്റേണ്ടി വരും, തിരുത്തേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ്. അതിന് തൊട്ടു പിന്നാലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നടത്തിയ ചില പരാമർശങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും NSSൽ ചില മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു, ആരൊക്കെ നീക്കങ്ങൾ നടത്തുന്ന ഒരു പൊതു ധാരണയുണ്ട്. BJP നേതൃത്വം അത് പൂർണ്ണമായും രാഷ്ട്രീയമായി ഏറ്റെടുക്കില്ല. രാജീവ് ചന്ദ്രശേഖർ അന്ന് ഈ സുരേഷ് ഗോപിയുടെയൊക്കെ പ്രതികരണത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് VD സതീശൻ മുഖ്യമന്ത്രിയെ വളരെ മോശം ഭാഷയിൽ വിശേഷിപ്പിക്കുന്നു, സംസാരിക്കുന്നു. ഇന്നലെയും അത് ഗണേഷ് കുമാർ പ്രസംഗിക്കുമ്പോഴും പറഞ്ഞിരുന്നു. അവൻ എൻ്റെ കാലു പിടിക്കും, അവൻ നമ്മുടെ കാലു പിടിക്കുമെന്ന് ഈ പ്രതിനിധിസഭാ യോഗത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു. മുഖ്യമന്ത്രി അങ്ങനെയാണോ പറയേണ്ടത്? ഇങ്ങനെയാണോ പ്രധാനമന്ത്രി അകറ്റി നിർത്തേണ്ടത്? ഇങ്ങനെയാണോ ഒരു ഉപരാഷ്ട്രപതിയോട് പെരുമാറേണ്ടത്? എവിടെ നിന്നുള്ള നായരായാലും, അത് ബോംബെ നായരായാലും ഡൽഹി നായരായാലും, അവർക്ക് എല്ലാവർക്കും വന്ന് പുഷ്പാർച്ചന നടത്തേണ്ട ഇടമല്ലേ മന്നം സമാധി? മന്നത്തെ ഹൈജാക്ക് ചെയ്യുന്നു, മന്നത്തെ ബന്ധനസ്ഥനാക്കുന്നു എന്ന ഒരു ആരോപണവുമായാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ഇറങ്ങിയിരിക്കുന്നത്. വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ഈ പലപ്പോഴായി NSSന് പുറത്തുപോയ ആളുകളുടെയൊക്കെ വലിയ പിന്തുണയുണ്ട്. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരും. ഇന്നലെ ഗണേഷ് കുമാറിൻ്റെ അഭ്യർത്ഥന തന്നെ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. അത് വക്കത്ത് നിന്നൊരു യാത്ര ആരംഭിച്ചു. അതേപോലെ വക്കത്ത് നിന്ന് മറ്റൊരു യാത്ര ആരംഭിക്കണം, അത് തിരുവനന്തപുരത്തേക്ക് വരണം. വഴിയിൽ ചങ്ങനാശ്ശേരിയിലെത്തി മന്നസമാധിയിൽ പുഷ്പാർച്ചന. അവിടേക്ക് ആരും കയറ്റിവിടില്ല. മന്നസമാധി എല്ലാവർക്കും തുറന്നു കൊടുക്കേണ്ട ഒന്നല്ലേ? അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് ശിവഗിരി മഠത്തിനും മറ്റും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സമാധി ദിനാചരണമാകട്ടെ ജന്മദിനമാകട്ടെ, അപ്പോഴൊക്കെ ഏറ്റവും വിശിഷ്ടരായ വ്യക്തികളാണ് രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെയാണ് പലപ്പോഴും വരാറുള്ളത്. കേന്ദ്രമന്ത്രിമാർ വരാറുണ്ട്, വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പോലും അവിടേക്ക് വരാറുണ്ട്. എന്നാൽ ആരെയാണ് മന്നം സമാധിയിലേക്ക് കൊണ്ടുവരുന്നത്? ആരെയും അവിടേക്ക്, പ്രധാനികളെ ആരെയും കൊണ്ടുവരാറില്ല, എല്ലാവരെയും അകറ്റി നിർത്തുകയാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ചട്ടമ്പിസ്വാമിയെ ഗുരുവായി മന്നത്ത് പത്മനാഭൻ പോലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ചട്ടമ്പിസ്വാമിയെ തിരുവനന്തപുരത്ത് ഏതോ ചട്ടമ്പി എന്ന് മാത്രം കരുതുന്ന ഒരാളാണ്, ഊച്ചാളി പീസിന് പേരുകെട്ട ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനങ്ങൾ സുകുമാരൻ നായർക്കെതിരെ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിരൂക്ഷമായ അഴിമതി ആരോപണങ്ങൾ, നമ്മൾ കാണാതെ പോകേണ്ട കഴിയാത്ത ഒരു വശം കൂടിയുണ്ട്. അതിരൂക്ഷമായ അഴിമതി ആരോപണങ്ങൾ. കുടുംബത്തിലെ 40ഓളം പേരെ നിയമിച്ചു. കഴിഞ്ഞ മാസവും ഒരു ചെറുമകന് നിയമനം നൽകി. ആ നിയമനങ്ങളുണ്ട്. NSSന്റെ വസ്തുവകൾ, ഭൂമി അടക്കമുള്ള വസ്തുവകൾ, കന്യാകുമാരിയിലെ വസ്തുവുണ്ട്, പാലക്കാട്ടെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, NSSന്റെ കോളേജുകളുമായി ബന്ധപ്പെട്ട ഭൂമിയുണ്ട്. ആ സ്ഥാപനങ്ങൾ ഓരോന്നായി നശിക്കുന്നു, അത് ശോഷിക്കുന്നു എന്ന ആരോപണമുണ്ട്. ചേർത്തല NSS കോളേജിൽ നിന്ന് മണൽ, ധാതുമണലടക്കം കടത്തിയെന്ന ആരോപണമുണ്ട്. അങ്ങനെ ഇന്നലെ പുറത്തിറങ്ങിയ ഈ ദേവദാരുവിലെ ഇത്തിൽ കണ്ണുകൾ എന്ന പുസ്തകത്തിൽ തെളിവുകൾ സഹിതമാണ് സുകുമാരൻ നായർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഓരോ വിഷയമായി എടുത്തു കാട്ടുന്നത്. മാത്രമല്ല ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിനെ പിരിച്ചുവിടാൻ പോയത്, അതിനുശേഷം ആ ബാങ്കിൽ നിന്ന് പൊടുന്നനെ അക്കൗണ്ടുകൾ പിൻവലിച്ച് തുടങ്ങി ഓരോ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞ് പലരും തെളിവുകൾ സഹിതമാണ് ഇന്നലെ ഈ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുകയും പുസ്തകം പ്രകാശിപ്പിക്കുകയും ചെയ്തത്. മന്നത്തിൻ്റെ 2 ചെറുമക്കൾ കൂടി ഇതിൽ പങ്കെടുത്തിരുന്നു. ഇത് വലിയൊരു മൂവ്മെൻ്റാക്കി മാറ്റാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു. പലയിടങ്ങളിലും നായർ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനമുണ്ട്, അത് മറ്റു പല ജില്ലകളിലുമുണ്ട്. അത് ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവന്ന NSS നേതൃത്വത്തിനെതിരെ, ജനറൽ സെക്രട്ടറി NSSനെതിരെ അല്ല ഈ സമരം എന്ന് പറയുമ്പോഴും NSSന്റെ ഭരണം സുകുമാരൻ നായരിൽ നിന്ന് മാറ്റാൻ
ഉള്ള വലിയ നീക്കം നടക്കുന്നുണ്ട്. ഗണേഷ് കുമാറിൻ്റെ ഇന്നലത്തെ ഇടപെടലും ഈ പുസ്തക പ്രകാശനവും അതിലെ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടുനിന്ന കടുത്ത വിമർശനവുമൊക്കെ ആക്ഷേപഹാസ്യപരമായും വളരെ മൂർച്ചയേറിയ വാക്കുകളുകൊണ്ടുമൊക്കെ NSSന്റെ ജനറൽ സെക്രട്ടറി വിമർശിച്ചത് വെറും നിർദോഷമായ ഒന്നായി കാണാൻ കഴിയില്ല, കേവലം രാഷ്ട്രീയ ഒന്നായി കാണാൻ കഴിയില്ല. NSSനുള്ളിൽ വലിയ മാറ്റങ്ങൾക്ക് ശ്രമം പുറത്തു നടക്കുന്നു. ഗണേഷ് കുമാർ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടി, അതും NSSുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സമിതിയിൽ അംഗമായിരുന്ന പിന്നീട് പുറത്താക്കപ്പെട്ട KB ഗണേഷ് കുമാർ കൂടി അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ, നേതൃത്വത്തിലേക്ക് വരുമ്പോൾ മേജർ രവിയെ പോലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ കൂടെയുണ്ട്. നേരത്തെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമായുണ്ട്. അങ്ങനെ ഇത് വലിയൊരു മൂവ്മെൻ്റായി ഒരു NSSനൊരു പരിഷ്കരണം, ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനെതിരെ, സമുദായ അംഗങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്കെതിരെ, അതിനപ്പുറത്തേക്ക് അവിടെ നടക്കുന്ന വലിയ അഴിമതികൾക്കെതിരെ ഒരു മൂവ്മെൻ്റായി ഇത് മാറ്റിയെടുക്കാനുള്ള ശ്രമമുണ്ട്. എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം, എത്രത്തോളം ഏകീകൃത സ്വഭാവം ഉണ്ടാകുമെന്ന് കണ്ടറിയണം. ഏതായാലും KB ഗണേഷ് കുമാർ അതിന് മുൻനിര വരുമ്പോൾ അതിന് പുതിയ മാനങ്ങൾ വരികയാണ്. ദീർഘനാൾ NSSുമായി ചേർന്നയാളാണ് KB ഗണേഷ് കുമാർ, അതിൻ്റെ പിതാവ് R ബാലകൃഷ്ണപിള്ളയും ഒക്കെ. അവിടെ നിന്ന് തന്നെ ഇത്തരത്തിലൊരു എതിർപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും സുകുമാരൻ നായർ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ, സുകുമാരൻ നായർ ഇതിനെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ മന്നം ക്ലബ്ബിലാണ്, മന്നത്ത് 14 പേരുള്ള തിരുവനന്തപുരത്തെ നാഷണൽ ക്ലബ്ബിലാണ് ആദ്യം ഈ പുസ്തക പ്രകാശന പരിപാടി തീരുമാനിച്ചത്. പക്ഷേ സുകുമാരൻ നായർ ഇടപെട്ട് അത് മാറ്റിവെച്ചു. KB ഗണേഷ് കുമാർ അവിടെ വന്നാൽ തടയാൻ NSS പ്രവർത്തകർ തയ്യാറെടുത്തു. പക്ഷേ തൊട്ടടുത്ത പ്രസ് ക്ലബ്ബിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ ഇത് മറ്റു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. NSSന്റെ ഇപ്പോഴത്തെ സർവ്വ നിയന്ത്രണം G സുകുമാരൻ നായർ എന്നയാളാണ്. അദ്ദേഹത്തെ അവിടെ കിടങ്ങൂരിന് ചായ കൊടുക്കാൻ നിന്ന ആള് എന്നാണ് വിശേഷിപ്പിച്ചത്. മന്നത്ത് പത്മനാഭൻ അടുപ്പിക്കില്ലായിരുന്നു. പിന്നീട് കിടങ്ങൂർ വന്നപ്പോൾ അവിടെ ചായ കൊടുക്കാൻ നിന്ന ആളാണ് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്വജനപക്ഷപാതം നടത്തി, അഴിമതി നടത്തി NSS എന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയെ പിടിച്ചടക്കി വച്ചിരിക്കുന്നു. അവിടെ അഴിമതി അടക്കം നടക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയാണ് KB ഗണേഷ് കുമാർ ഇന്നലെ ഹാസ്യാത്മകമായി അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുരി കൊണ്ടൊക്കെ അവിടെ അവതരിപ്പിച്ചത്, അദ്ദേഹം പ്രസംഗിച്ചത്. ഏതായാലും എന്തൊക്കെയോ മാറ്റങ്ങൾ NSSൽ കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു. എങ്ങനെ NSS നേതൃത്വം, പ്രത്യേകിച്ച് സുകുമാരൻ നായർ ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. യെസ്, അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.